ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് മീനാട്ടോ. മീന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാന്നുണ്ടെങ്കിൽ കേടാവത്തില്ല. നമ്മളെടുത്ത് കറി വെക്കുമ്പോൾ അത് നല്ല ഫ്രഷ് മീനായിട്ട് തന്നെ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കറി വെക്കാനുള്ള നമുക്കിന്ന് അപ്പവും ബീഫ് സ്റ്റൂ ആണ്. ഞാൻ ബീഫ് വേവിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചു. നമുക്ക് അതിനുള്ള സാധനങ്ങൾ പിന്നെ തേങ്ങ, പിന്നെ നമ്മുടെ മാവ്. അപ്പം നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ പരിപാടീസ് തുടങ്ങിയേക്കാണ്. അപ്പങ്ങൾ ഓരോന്നും ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി. അങ്ങനെ പിന്നെ നമുക്ക് ബീഫ് സ്റ്റൂ, ഇന്നത്തെ മെനു ബീഫ് സ്റ്റൂവും അപ്പവും പിന്നെ മങ്കട കറിയും, കഴിഞ്ഞ ദിവസത്തെ ബീഫ് കറിയും ഉണ്ടായിരുന്നു, മെഴുക്കുവരട്ടി. അങ്ങനെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടീസാണ്. നമ്മൾ ബീഫ് സ്റ്റൂ വെക്കുന്നതിനായിട്ട് ചട്ടിയെടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മസാലയ്ക്കകത്തൊരു തരം ഇലയുണ്ടല്ലോ, ആ ഇലയും ഗ്രാമ്പൂ കറുകാപ്പട്ട ഏലക്ക ഇതെല്ലാം ഇട്ട് ചൂടാകുമ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ എരിക്ക് വേണ്ടി ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, പിന്നെ ഗരം മസാലയും. ഇത് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ് കേട്ടോ. കുരുമുളക് പൊടി ഉപ്പും ഇട്ട് വേവിച്ച ബീഫാണ്. അതിലേക്കിട്ട് നന്നായിട്ട് വേവിക്കുക. ഞാൻ പിന്നെ കുറച്ച് കിഴങ്ങും കുറച്ച് ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. സ്റ്റൂ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചേർത്തു. പിന്നെ അത് നന്നായിട്ട് വെന്ത് വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും നന്നായിട്ട് തിളച്ച് വറ്റി കഴിയുമ്പം അതിലേക്ക് നമുക്ക് 1ാം പാലും കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പം അങ്ങനെ ബീഫ് സ്റ്റൂവിൻ്റെ പരിപാടീസ് കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ കാര്യം കൂടെ നോക്കണമല്ലോ. ഞാൻ പിന്നെ വെള്ളം കുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാപ്പിയൊക്കെ കുടിക്കാനിരുന്നത്. പിന്നെ നമ്മുടെ ഏതാണ്ട് രാവിലത്തെ വിളക്ക് കത്തിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അണ്ണം പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. രാവിലെ ആയതേ ഉള്ളൂ, 6:30 ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. വിളക്ക് കത്തിക്ക് തണുപ്പായതുകൊണ്ട് തന്നെ പാർത്തം കത്തിച്ചില്ല, കുളിച്ചില്ല. അതുകൊണ്ട് ഒരാൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക. ഭയങ്കര തണുപ്പാണ് ഇവിടെ. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പ്. അതുകൊണ്ടൊരു ഹുഡിയൊക്കെ എടുത്തിട്ടുണ്ട് നടക്കുക. അങ്ങനെ പിന്നെ അമ്മ ഉറക്കത്തിൽ നിന്നിട്ടിരിപ്പുണ്ട്. ഇത് എൻ്റെ ഹുഡിയാണ് കേട്ടോ. അങ്ങനെ അവൻ ഇതെടുത്തിട്ടുകൊണ്ട് നടക്കുക തണുപ്പ് കാരണം. പിന്നെ നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. രാവിലെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അതാണ്ട് നമ്മുടെ മീൻ കറി, പിന്നെ ബീഫ് സ്റ്റൂ, പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സലാഡ്, പിന്നെ ഇതാ നമ്മുടെ ആ കാസറോളിനകത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പമാണ് കേട്ടോ. നമ്മൾ രാവിലെ ഉണ്ടാക്കി നമ്മുടെ അപ്പം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കാണിച്ചില്ലല്ലോ, അത് കാണിക്കണ്ടേ. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബീഫ് കറിയാണ് കേട്ടോ. നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ചോറ് അതും നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും ഒരു കൊറിയർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് പൊട്ടിക്കാം. എൻ്റെ കൊറിയർ ഞാൻ നിങ്ങളെ കാണിക്കാറില്ല, ഞാനങ്ങ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമം. ഞാനാണെങ്കിൽ 1-2 സാധനം, 1-2 കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. സ്നാക്സൊക്കെ വാങ്ങിച്ചായിരുന്നു, യോഗ മാറ്റൊക്കെ. അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഇത് ചെരുപ്പാണ് കേട്ടോ. ജെൻസിന്റെ ചെരുപ്പാണ്, ലേഡീസിന്റെ അല്ല, ജെൻസിന്റെ ചെരുപ്പ്. നല്ല ചെരുപ്പാണേ. അണ്ണന് വേണ്ടി കാണിച്ചതാ. ഡെയിലി വേഴ്സായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിന് വില 188 രൂപ കേട്ടോ. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ചെരുപ്പാണ്. അങ്ങനെ തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഫോണിൽ തന്നെയാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല പാർത്തമോനാണ് ഇത് വീഡിയോ പിടിക്കുന്നത്. എന്തായാലും ഞാൻ വിചാരിച്ചു അവൻ പിടിച്ചതല്ലേ, അപ്പം ഞാൻ കളയണ്ടാന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയത്. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ മീനൊക്കെ കൂടുതൽ വാങ്ങിക്കുമ്പോൾ അത് കേടാവാതിരിക്കാനും വേണ്ടി നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടിന്നിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് മീൻ ഇട്ട് വെച്ചേക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ കറി വെക്കാൻ എടുത്താലും നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ച് കൊണ്ടുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ, ടാറ്റ. സ്നേഹപൂർവ്വം രേഷ്മ.